ചങ്ങായിമാരെ, ഞാനിപ്പം കാണിക്കാൻ പോകുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം. കാരണം ആ വീഡിയോ ഉണ്ടല്ലോ നിങ്ങൾക്ക് നല്ലൊരു അറിവ് തരുന്ന വീഡിയോയും കൂടിയാണ് അത്. നമ്മളെ നാട്ടിലെ സംഘികളും സുരേഷ് ഗോപിയിലും കൂടി നമ്മളെ കുറച്ച് കാലമായിട്ട് പറ്റിക്കുന്ന ഒരു പച്ച കള്ളമുണ്ട്. ആ പച്ച കള്ളം നമ്മളെ ഷാജിയേട്ടൻ ഉണ്ടല്ലോ, ഷാജിയേട്ടൻ പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ ഷാജിയേട്ടൻ സംഘികളെ പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഞാൻ കാണിച്ചിരുന്നു. ഈ ഷാജിയേട്ടൻ ഉണ്ടല്ലോ ഒരു സാധാരണക്കാരനാണ്. പക്ഷെ നമ്മൾ കോട്ട് സൂട്ടിട്ട് കുറെ ആൾക്കാരല്ലേ, അവരിന്നൊക്കെ കിട്ടുന്നതിനെക്കാട്ടി ഒരുപാട് അറിവ് ഈ ഷാജിയേട്ടന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും സുരേഷ് ഗോപിനെയും സംഘികളെയും നമ്മളെ ഷാജിയേട്ടൻ പൊളിച്ചെടുക്കുന്ന മനോഹരമായ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? നിങ്ങൾ എന്തായാലും സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടേ പറ്റൂ. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? എന്റെ 2 വർഷം കൊണ്ടുള്ള 10 കോടിയിൽ നിന്ന് 8.37 കോടിക്കുള്ള പദ്ധതികൾ ഞാൻ അപ്രൂവൽ എടുത്തു കഴിഞ്ഞു. പക്ഷെ ആ അപ്രൂവലിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കേരള സർക്കാരിന്റെ കൺട്രോളിലുള്ള എന്റെ നോഡൽ ഓഫീസർ, എന്റെ പ്ലാനിംഗ് ഓഫീസർ നൽകിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം മാത്രമാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത്. എന്ത് തേങ്ങയാണ് ഈ പറയുന്നത്? എനിക്ക് മനസ്സിലായിട്ടില്ല. സർട്ടിഫിക്കറ്റ്, അപ്രൂവൽ, നോഡൽ ഓഫീസർ, അതെന്തോട്ടെ. ഞാൻ പറയാൻ പോകുന്നത് അതിനെ പറ്റിയല്ല. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ എം പി ഫണ്ട് എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ എന്താണ് എം പി ഫണ്ട് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് അതിൻ്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണ് എന്നൊന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ എം പി ഫണ്ട് എന്ന് പറഞ്ഞാൽ എം പീസ് ലോക്കൽ ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം എന്ന് പറയുന്ന സ്കീമുണ്ട്. അതിനാണ് നമ്മൾ എം പി ഫണ്ട് എന്ന് പറയുന്നത്. അത് 93 മറ്റോ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഒരു വർഷം രാജ്യസഭ എം പി ആയാലും ലോക്സഭ എം പി ആയാലും ഇന്ത്യയിലെ എല്ലാ എം പിമാർക്കും 5 കോടി രൂപ വീതം ഓതറൈസേഷൻ പവർ കൊടുക്കും. അതാണ് ഈ സംഭവം. ഈ ഓതറൈസേഷൻ പവർ കൊടുക്കുന്നത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്, ഒരു മന്ത്രാലയമുണ്ട്. ആ മന്ത്രാലയമാണ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എം പി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓരോ വർഷം കൂടുന്തോറും നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് നിങ്ങൾക്ക് ഓതറൈസേഷൻ പവർ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് പൈസ തൊടാനും ഒന്നും പറ്റില്ല. നിങ്ങളുടെ ക്രെഡിറ്റിലേക്ക് 5 കോടി രൂപ വന്നുകൊണ്ടിരിക്കും. ഈ 5 കോടി ഇപ്പോഴത്തെ വർദ്ധിപ്പിച്ചാണ് അതിന് കുറവായിരുന്നു തോന്നുന്നു. അത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ലോക്കൽ എം പി എന്ന് ചോദിക്കുക. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ലോക്സഭ എം പി ആണെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, വർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ലോക്സഭ കോൺസ്റ്റിറ്റ്യൻസിയിലെ ആൾക്കാർ പറയുകയാണ് നമുക്കിവിടെ റോഡ് വേണം എന്ന് പറയാണ്. അപ്പോൾ ആ റോഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ നിന്ന ഭാഗത്തുള്ള റോഡിന് ടാറിങ്ങിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു റെക്കമെൻഡേഷൻ കൊടുക്കാം. ആർക്ക് കൊടുക്കുന്നത് ഒരു ഡിസ്ട്രിക്ട് നോഡൽ ഏജൻസി ഉണ്ട്. ആ ഡിസ്ട്രിക്ട് നോഡൽ ഏജൻസിക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. റെക്കമെൻഡേഷൻ മാത്രമാണ്, വേറെ ഒന്നുമില്ല അത് കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിസ്ട്രിക്ട് നോഡൽ ഏജൻസി എന്തെന്ന് വെച്ചാൽ അവിടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി ഉണ്ട്. ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസി ഉണ്ട്. ഈ ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറയാൻ കാരണം ഏത് സ്ഥലത്താണോ നിങ്ങൾ ഈ വർക്ക്, അത് മാത്രമല്ല ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, എം പി റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡ്യൂറബിൾ അസറ്റ്സ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ദീർഘകാലം നിലനിൽക്കുന്ന സമൂഹത്തിന് ഗുണം ചെയ്യുന്ന വർക്കായിരിക്കണം. ഉദാഹരണമായിട്ട് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, കുടിവെള്ള പദ്ധതികൾ, അങ്ങനെയൊക്കെയുള്ള ദീർഘകാലം നിലനിൽക്കുന്ന സ്ഥലങ്ങൾക്ക് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഈ റെക്കമെൻഡേഷൻ പറ്റുള്ളൂ. എം പിക്ക് റെക്കമെൻഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, സാങ്ഷൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിക്ട് ലെവൽ ഏത് ഡിസ്ട്രിക്റ്റിലാണോ ഈ റോഡാണ്, ഏത് ഡിസ്ട്രിക്റ്റിലാണോ റോഡുള്ളത്, ആ ഡിസ്ട്രിക്റ്റിലെ നോഡൽ ഏജൻസിക്ക്, സാധാരണ ഡിസ്ട്രിക്ട് കളക്ടർ കീഴിലൊരു സമിതിയാണെന്നാണ് എൻ്റെ അറിവ്. ആ നോഡൽ ഏജൻസിക്ക് ഈ റെക്കമെൻഡേഷൻ എം പി കൊടുക്കുന്നു. ഈ നോഡൽ ഏജൻസി അത് ഇംപ്ലിമെൻറ്റ് ഏജൻസിക്ക് കൊടുക്കുന്നു. അതും ഡിസ്ട്രിക്ട് ലെവലിലാണ്. ഇംപ്ലിമെൻറ്റ് ഏജൻസി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കൊടുത്ത റെക്കമെൻഡേഷൻ പരിശോധിക്കുന്നു, അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി പരിശോധിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരൊരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി കണ്ടുപിടിക്കുന്നു. അതായത് ആരാണ് ഈ വർക്ക് ചെയ്യേണ്ടത്. ഇപ്പം റോഡാണെങ്കിൽ ഉദാഹരണത്തിന് PWD, കുടിവെള്ള പദ്ധതി ആണെങ്കിൽ വാട്ടർ അതോറിറ്റി, അങ്ങനെ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയെ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ വർക്ക് ഫീസിബിൾ ആണെന്ന് പരിശോധിച്ചിട്ട് അതിനുശേഷം അവരെ വർക്ക് എന്ത് ചെയ്യുന്നു, ഇവരെ ഏൽപ്പിക്കുന്നു, അവരെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പോഴാണോ പേയ്മെൻറ്റ് ഡ്യൂ വരുന്നത്, കാരണം ഘട്ടമായിട്ട് ചിലപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. പേയ്മെൻറ്റ് ഡ്യൂ വരുമ്പോൾ ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി PWD അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി അവരെന്ത് ചെയ്യുന്നു, അവരോട് റിക്വസ്റ്റ് ചെയ്യുന്നു, എന്ത് ഇത്ര പേയ്മെൻറ്റ് തരണം എന്ന് പറയുന്നു. ഈ റിക്വസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഈ എമൗണ്ട് എവിടെ ഉണ്ടാവുമെന്ന് അറിയോ, അത് ഈ നോഡൽ ഏജൻസിയുടെ ഡിസ്ട്രിക്ട് ലെവലിലല്ല ഉണ്ടാവുക. ഈ എംപിയുടെ അക്കൗണ്ട് തീരെ ഉണ്ടാവില്ല. ഇത് ഉണ്ടാവുക സെൻട്രൽ നോഡൽ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് ഉണ്ട്, സെൻട്രൽ അക്കൗണ്ടാണിത്, അവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന ആ വകുപ്പ് ഈ കറസ്പോണ്ടിങ് എമൗണ്ട് ഈ സെൻട്രൽ നോഡൽ അക്കൗണ്ടിനകത്ത് നിന്ന് ഡയറക്റ്റായിട്ട് ഈ ഇംപ്ലിമെൻറ്റ് ഏജൻസിക്ക്, അതായത് നേരെ PWDക്ക് ഈ പൈസ കൊടുക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ മണി ഫ്ലോ എന്ന് പറയുന്നത്. അങ്ങനെ വർക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ത് ചെയ്യുന്നു, PWD പറയുന്നു വർക്ക് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഈ ഡിസ്ട്രിക്ട് നോഡൽ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഉണ്ടല്ലോ, ഇതിൻ്റെ എം പി ഫണ്ടിൻ്റെ, അതായത് ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഏജൻസി ഉണ്ട്. ആ ഏജൻസിക്ക് ഒരു കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അവർ വർക്ക് കംപ്ലീഷൻ വെരിഫൈ ചെയ്യുന്നു, വർക്ക് കംപ്ലീറ്റഡ് എന്ന് പറയുന്നു. ആ പ്രോസസ്സ് അവിടെ അവസാനിക്കുന്നു. മനസ്സിലായില്ലേ? അതായത് ഉത്തമ ഈ പറഞ്ഞതിനർത്ഥം എം പി ഒരു സാങ്ഷനും ആരോടും വാങ്ങിക്കേണ്ടതില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ എം പിക്കും അലോക്കേറ്റ് ചെയ്ത് പോകാൻ ഒരു മണിയാണിത്. 5 കോടി വന്നുകൊണ്ടിരിക്കും. അത് മാത്രമല്ല അത് നോൺ ലാപ്സബിൾ ആണ്. നിങ്ങളിപ്പം ഒരു വർഷം കൊണ്ട് തീർക്കണമെന്നില്ല. തീർത്തില്ലെങ്കിൽ അത് അടുത്ത മാസത്തേക്ക് നിങ്ങൾക്ക് പിന്നെ ഓതറൈസ് ചെയ്യാം. എം പി എന്ന് പറഞ്ഞാൽ ഓതറൈസ്ഡ് മാത്രമാണ്, അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി എങ്ങനെ നടക്കുന്നു, അത് ആര് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അതെങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അത് എങ്ങനെ ഏതൊക്കെ അപ്രൂവൽ എടുക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഈ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ്.
മനസ്സിലായില്ലേ? ഒരു ലോക്സഭ എം പി ആണെങ്കിൽ അത് അയാളുടെ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ മാത്രമേ പറ്റൂ അയാൾക്ക് ഈ റെക്കമെൻഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു രാജ്യസഭ എം പി ആണെങ്കിൽ അയാളുടെ സ്റ്റേറ്റിൽ എവിടെയും പറ്റും. അതല്ലാതെ നോമിനേറ്റഡ് എം പീസ് ഉണ്ട്, അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ എവിടെയും പറ്റും. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. ഇതിന് മണി ഫ്ലോയും വർക്ക് ഫ്ലോയും ഇങ്ങനെയാണ് അത് സംഭവിക്കുന്നത് ഈ എം പി ഫണ്ട് എന്ന് പറയുന്ന സാധനത്തിൽ. അപ്പോൾ ഇതിനകത്ത് എം പിയുടെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സർട്ടിഫിക്കേഷൻ ആർക്കും എം പിക്കൊന്നും വേറെ റോളില്ല. ഈ റെക്കമെൻഡേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ ഈ സുരേഷ് ഗോപി ഈ അവരുടെ രാഷ്ട്രീയം ആലോചിച്ച് നോക്കണം. അതായത് ഈ കൊടുത്ത എം പി കൊടുത്ത റെക്കമെൻഡേഷൻ വേണമെങ്കിൽ ഈ ഇംപ്ലിമെൻറ്റേഷൻ ഏജൻസിക്ക് എന്ത് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ ഇങ്ങനെ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ സുരേഷ് ഗോപി പറഞ്ഞ രാഷ്ട്രീയം കൊണ്ട് എന്നാൽ റിജക്റ്റഡ് ഒന്നും ഇതൊന്നും പറ്റില്ല. റിജക്റ്റ് ചെയ്യാൻ വേണ്ടി വ്യക്തമായ കാരണങ്ങളുണ്ട്. അത് മാത്രമല്ല 45 ദിവസത്തിനുള്ളിൽ വർക്ക് സാങ്ഷൻ ചെയ്തിരിക്കണം. മതിയായ കാരണങ്ങൾ വേറെ ഒന്നും കാരണങ്ങളില്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണമൊന്നുമില്ലെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ ഈ റെക്കമെൻഡേഷൻ സാങ്ഷൻ ചെയ്തിരിക്കണം. മസ്റ്റാണ്. ആര് ഈ ഡിസ്ട്രിക്ട് നോഡൽ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി സാങ്ഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഈ സാങ്ഷൻ ചെയ്യാതിരിക്കാൻ പല കാരണമുണ്ട്. ഒന്നാമത് ഒരു കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് പ്രോഹിബിറ്റഡ് ആയ ചില വർക്കുകളുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ എൻ്റെ ഫണ്ട് എടുത്തിട്ട് അമ്പലം പണിയെന്ന് വെച്ചാൽ നടക്കില്ല, അത് പ്രോഹിബിറ്റഡ് ആയിട്ടാണ്, അത് നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിറ്റി ഡ്യൂറബിൾ അസറ്റ് ആയിരിക്കണം, ദീർഘകാലം നിലനിൽക്കുന്ന കുറേ ഒരു 100 വെയിറ്റിംഗ് ഷെഡിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോടി കൊടുക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. അതൊന്നും ഡ്യൂറബിൾ അസറ്റ് അല്ല, അതൊന്നും നടക്കില്ല. അതേമാതിരി പ്രോപ്പറായ സാങ്ഷൻ കിട്ടിയിരിക്കണം. പ്രോപ്പറായ സാങ്ഷൻ കിട്ടി. ചില സമയത്ത് നിങ്ങൾ റോഡിന് റെക്കമെൻഡേഷൻ കൊടുത്തു, ഈ റോഡ് പോകുന്നത് വനമേഖലയിലെ കൂടിയാണ്, അപ്പോൾ ഫോറസ്റ്റ് ഓപ്പൺ അനുമതി കൊടുത്തില്ല, അപ്പോൾ ഉറപ്പായിട്ടും ഇംപ്ലിമെൻറ്റേഷൻ റിജക്റ്റ് ചെയ്യും. കാരണം വർക്ക് നടക്കില്ല, അതുകൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ, റിജക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ കേസില്ല. അല്ലാതെ ഒരു കാരണവശാലും ഈ എം പിയുടെ റെക്കമെൻഡേഷൻ റിജക്റ്റ് ചെയ്യാൻ ഒരു വകുപ്പില്ല. അങ്ങനെ റിജക്റ്റ് ചെയ്ത ഒരു സംഭവം എനിക്ക് എൻ്റെ അറിവിലില്ല. നിങ്ങൾക്ക് ആർക്കൊണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ ചെയ്തിട്ടെന്ന്. പിന്നെ ഇയാൾ എന്താണ് പറയുന്നത്, ഞാൻ അനുമതി മേടിച്ച് വെച്ചിരിക്കുകയാണ്, ഞാനിത് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, എൻ്റെ നോഡൽ ഓഫീസർ അങ്ങനെ തന്നിട്ടില്ല എന്നൊക്കെ എന്തർത്ഥത്തിലാണ് പറയുന്നത്? ഞാൻ പറഞ്ഞില്ല, ഒരു അനുമതി ആരുടെയും വേണ്ടെന്ന്. അത് ഓട്ടോമാറ്റിക്കലി ഈ MSOP എന്ന് പറയുന്ന ആ മിനിസ്ട്രി ഓട്ടോമാറ്റിക്കലി ഈ സെൻട്രൽ നോഡൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസയാണ്. അവിടെ കിടക്കും. എം പി റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൊക്കെ ഈ ഡിസ്ട്രിക്ട് ലെവലിലുള്ള അതോറിറ്റികൾ ചെയ്തോളും. അതായത് ഡിസ്ട്രിക്ട് കളക്ടർ കീഴിലുള്ള സമിതിയും അതിൻ്റെ കീഴിൽ എവിടെയാണോ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ അതോറിറ്റിയോ പരിപാടിയോ അവരോട് വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എം പിക്ക് വേറെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. റെക്കമെൻഡേഷന് വേണ്ടി മാത്രമാണ് എം പി എന്നുള്ള അതിൻ്റെ വാസ്തവം. അപ്പോൾ ഞാൻ ഈ സുരേഷ് ഗോപി പറഞ്ഞ വെറുതെ തലക്കുറത്ത് എടുത്തിട്ടാണ് ഇങ്ങനെയാണ് എം പി ഫണ്ട് വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എം പി ഫണ്ടിനെ പറ്റി അറിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു രാജ്യസഭ എം പി എങ്ങനെയാണ് ഫണ്ട് ചിലവാക്കുന്നത്, ലോകസഭ എം പി എങ്ങനെയാണ് ഫണ്ട് ചിലവാക്കുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഓരോ വർഷം 5 കോടി കിട്ടിക്കൊണ്ടിരിക്കും. അത് എനിക്കൊന്ന് 6 മാസം കൂടുമ്പോൾ 2.5 കോടി, അത് കഴിഞ്ഞിട്ട് വേറെ 2.5 കോടി, അങ്ങനെ 2 ലീവ് ആയിട്ടാണ് കിട്ടുക. 2.5 കോടി ഫസ്റ്റ്, 2.5 കോടി പിന്നെ. അതാണ് എം പി ഫണ്ടിൻ്റെ യാഥാർത്ഥ്യം. അല്ലാണ്ട് സുരേഷ് പറയുന്നത് എൻ്റെ ഫണ്ടിനകത്ത് 8.37 കോടിക്കാൻ അനുമതി വാങ്ങിച്ചു. ആരോട് അനുമതി വാങ്ങിക്കാൻ, ആരനുമതി കൊടുക്കാൻ നിർമ്മലാ സീതാരാമൻ ചെയ്യോ? ഓരോ കോമഡി കൊണ്ട് രാവിലെ വന്നോളൂ. എത്ര സിമ്പിളായിട്ട് നമ്മൾ ഷാജിയേട്ടൻ സംഘികളും സുരേഷ് ഗോപിയൊക്കെ നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന ആ കള്ളം പൊളിച്ചടിക്കിയത്, അതിന്റെ കൂടെ നമുക്കെല്ലാം ഉണ്ടല്ല ഒരു നല്ല അറിവും നമ്മൾ ഷാജിയേട്ടൻ പകർന്നു തന്നിട്ടുണ്ട്. ഈ ഷാജിയേട്ടന് യൂട്യൂബ് ചാനലൊന്നുമില്ല, പക്ഷെ ഷാജി TV എന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ അടിച്ചാൽ മൂപ്പയുടെ വീഡിയോ ആണ് കേട്ടാ. ആ വീഡിയോ നിങ്ങൾ കാണണം. നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കയറി മൂപ്പയുടെ വീഡിയോ ഒക്കെ കാണാം. അടിപൊളി വീഡിയോ ആണ്. സംഘികളെ കണ്ടം വഴി ഓടിക്കുന്ന, എന്നെ പോലെ തന്നെ സംഘികളെ കണ്ടം വഴി ഓടിക്കുന്ന വീഡിയോ ആണ് മൂപ്പർ പരമാവധി ചെയ്യാറുള്ളത്. എന്തായാലും ഈ വീഡിയോ കണ്ടവർക്ക് എന്നെ പോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും പുതിയൊരു അറിവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും സംഘികളെയും സുരേഷ് ഗോപിയും പൊളിച്ചടിക്കുക, കണ്ടം വഴി ഓടിച്ച ഷാജിയേട്ടനും പിന്നെ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.